നമുക്കിന്നൊരു ചീരത്തോരൻ ഉണ്ടാക്കാം. ചുമന്ന ചീരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന. ഇന്നലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ചുമന്ന ചീരയാണ്. നമുക്കിത് വെച്ചൊരു തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ, ഉള്ളി, വറ്റൽമുളക്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ അരച്ചതാണ്. അത് നമ്മൾ മിക്സിക്കകത്താണൊന്ന് ചതച്ചെടുത്തേക്കുന്നത്. അതും പിന്നെ ഇന്നലെ കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്ന ചീരയും. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ഈ ചീര എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാവേ. അത് ഈ ഇല വേകാനായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടപ്പ് വെച്ച് മൂടി കൊടുക്കണം. ഇനി ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. ചീര കുറേ വാടിയിട്ടുണ്ട്. വാടിക്കഴിഞ്ഞ് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അടിയിലത്തത് മുകളിലത്തെ അടിയിലായിട്ട് വരും. അപ്പോഴേ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ കൂട്ടി വെക്കണം. ഇനി ഇത് അടച്ച് വെക്കാം. ഒന്നുകൂടെ അടച്ച് വെക്കാം. ഇപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. നല്ല രീതിയിൽ അതിനകത്തൊന്ന് വെള്ളമെല്ലാം ചാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടി ഇനി ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ. നന്നായിട്ട് അങ്ങ് വെന്തിട്ടില്ല. പയ്യെ ഒന്ന് മൂടി വെച്ചാൽ മതി. ഇച്ചിരിയും കൂടെ തീ ഒന്ന് കൂട്ടി കൊടുക്കണം നമുക്ക്. ഇനി ഇതിവിടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വെള്ളം വറ്റട്ടെ. നമ്മുടെ തോരൻ്റെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണിപ്പം. അതിനനുസരിച്ച് നമ്മൾ ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ തോരൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിക്കോളും. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറേശ്ശെ ഇങ്ങനെ ഇളക്കി വെച്ച് കൊടുക്കണം. ഇപ്പോൾ കുറേശ്ശെ വെള്ളം വരുന്നുണ്ട്. അതുകൂടെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ വെള്ളമൊന്നും വറ്റിപ്പോവുകയില്ല. കാരണം ഇത് ഇലയായതുകൊണ്ടേ വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങും. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമുണ്ട്. അതെല്ലാം കൂടി ആകുമ്പം വെള്ളം ഓവറാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നേരത്തേക്ക് നന്നായിട്ട് ഒലർന്ന് കിട്ടും. ചുവന്ന ചീരയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് രക്തം ഉണ്ടാവുകയൊക്കെ ചെയ്യും. രക്തശുദ്ധി ഉണ്ടാവും. ബ്ലഡ് കൗണ്ട് കൂടും. HB കൂടുതലാവും. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. സിമ്മിൽ നിന്ന് നമ്മൾ ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ വെള്ളമൊന്നും വറ്റത്തില്ല. തോരൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തോർന്നിരിക്കണം. നന്നായിട്ട് തോർന്നിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തോർത്തി എടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കിനും വെള്ളമൊക്കെ വറ്റും. കണ്ടോ, വെള്ളം ഒരുപാട് വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വറ്റിക്കോളും. ഒരുപാട് വെന്തും പോവുകയില്ല, വെള്ളം വറ്റി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കൂടിയിരിക്കട്ടെ. ഒരു 2 മിനിറ്റും കൂടെ നോക്കാം നമുക്ക്. നേരത്തെ നമ്മൾ ഇട്ടപ്പോൾ ഈ ചട്ടി നിറച്ചിനും
ചീര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം വെന്ത് കഴിഞ്ഞ് അത് പകുതിയോളമായി, പകുതിയിലും താഴെ ആയിട്ടുണ്ട്. ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വെള്ളം വറ്റി വന്നോളും. കറക്റ്റ് പരുവാകുമ്പോഴത്തേക്കും നമ്മൾ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഇല ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് വെള്ളം വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര നേരം അടുപ്പത്ത് വെച്ചാലും അതിനകത്തുനിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അതിനാണ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട്, ഇങ്ങനെ നടുവിലോട്ട് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ പയ്യെ അടിയിൽ നിന്ന് ഇളക്കി മുകളിലോട്ട് കൊടുക്കണം. പിന്നെ അടിയിൽ നിന്ന് മുകളിലോട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് നല്ലപോലെ കിട്ടിക്കോളും. ഒട്ടും കുഴഞ്ഞൊന്നും പോകത്തില്ല. ഇപ്പോൾ വെള്ളമൊന്നും ഊറി വരുന്നില്ല, എല്ലാം തന്നെ സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡിൽ കൂടെ ഒന്നും വെള്ളം വരുന്നില്ല. ഇനി 1 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കി മറിച്ചിട്ട് നിരത്തിയിട്ട് കൊടുത്താൽ മതി. നേരത്തേക്കും തോരൻ റെഡിയാവും. അങ്ങനെ നമ്മുടെ ആരോഗ്യപ്രദവും രുചിപ്രദവുമായ തോരൻ റെഡിയായിട്ടുണ്ട് ഇവിടെ. കണ്ടില്ലേ, നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. തോരൻ നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ലേ, അടിയിലൊന്നും വെള്ളമില്ല, എല്ലാം വറ്റിയിട്ടുണ്ട് തന്നെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടാണ് ഇത്രയും നല്ല പെർഫെക്ഷനും കിട്ടിയേക്കണം കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ബൈ.